തുടരുന്നു. വയനാട് നടവയൽ നെയ്ക്കുപ്പ ആദിവാസി കോളനി നിവാസികൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. 40-ലേറെ കുടുംബങ്ങളാണ് നരസിപ്പുഴയിലെ വെള്ളപ്പൊക്ക ഭീതിയിൽ ഭയപ്പാടോടെ ദിവസവും തള്ളി നീക്കുന്നത്. ദീപക് മോഹൻ നമുക്കൊപ്പമുണ്ട്. ദീപക്, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഒരു ഭീതിയാണ്. ആ ആദിവാസി കോളനിയിൽ മുൻവർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാലാവസ്ഥാ ദുരന്തങ്ങൾ അതൊക്കെ അതിജീവിച്ചവരാണ്. എങ്ങനെയാണ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം എത്താനുള്ള മാർഗം തെളിയുന്നുണ്ടോ ദീപക്? ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം നോക്കിയാൽ കാണാം, ഇത് നരസിപ്പുഴ എന്ന് പറയുന്ന ഒരു കബനി നദിയുടെ പോഷക നദിയായി ഒഴുകുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിൽ അർദ്ധരാത്രിയോടുകൂടി വെള്ളം ഇരച്ചെത്തുകയും ഈ ആദിവാസി കോളനിയുടെ മീറ്ററുകൾക്കടുത്തേക്കെത്തി ഈ മരത്തിൽ കാണാം. ഇന്നലെ രാത്രി ഞാൻ നിൽക്കുന്ന ഭാഗം അപ്പാടെ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. രാത്രി ഉണ്ടായ കനത്ത മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഈ ആദിവാസി കോളനി വെള്ളത്താൽ ചുറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായത്. നടവയിലുള്ള നരസിപ്പുഴയ്ക്ക് അരികിലുള്ള നെയ്ക്കുപ്പ കോളനിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ ദുരിത ജീവിതം നയിക്കുന്നത്. ഇവർ 36-ലേറെ കുടുംബങ്ങൾ, ആദിവാസി കുടുംബങ്ങളും മറ്റ് കുടുംബങ്ങളും ഇവിടെ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കഴിഞ്ഞ 2018-ലുണ്ടായ പ്രളയത്തിലും ഇവർ ഈ ഭാഗത്തു നിന്ന് രക്ഷപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. പ്രധാനമായും ഈ പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല എന്നുള്ളത് വളരെയധികം ഇവരെ കുഴക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്നലെ രാത്രി ഈ ഇരച്ചെത്തിയ വെള്ളം ഇവരുടെ വീടിന് 3 മീറ്ററുകൾ അടുത്ത് വരെ എത്തി. ചേട്ടാ, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് വെള്ളം കയറുന്നത്. എത്ര മണിയായിട്ട്? ഒരു 10 മണിക്ക് ശേഷമാണ് വെള്ളം. ഒരു 3 മണി ആയപ്പോഴത്തേക്ക് വെള്ളം ഈ ലെവലിൽ ഇവിടം വരെ എത്തി. പിന്നെ ഈ വീടിന്റെ ഈ ബാത്റൂമിന്റെ കക്കൂസിന്റെ ആ ടാങ്ക് വരെ പൊട്ടി പോകുന്ന അവസ്ഥയിലുള്ളത്. ഈ വാർഡ് മെമ്പറുമായിട്ടും അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരൊക്കെ ആയിട്ട് സംസാരിച്ചു. അവരാരും ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. വാർഡ് മെമ്പറും എത്തിയിട്ടില്ല. വാർഡ് മെമ്പർ ഞങ്ങളുടെ ST വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് വാർഡ് മെമ്പർ. ഇതുവരെ ആരും ഇന്നലെ വില്ലേജിൽ നിന്ന് വിളിച്ചായിരുന്നു. വേറെ ആരും വിളിച്ചിട്ടില്ല ഇതുവരെ. ദീപക്, അവിടെ നിന്നുകൊണ്ട് തന്നെ വാർഡ് മെമ്പറെ ഒന്ന് വിളിക്കുക. ദീപക്, നമ്മൾ തത്സമയം ഈ പരിപാടി തുടരുകയാണ്. ദീപക്, വാർഡ് മെമ്പറെ ഉടൻ തന്നെ ഒന്ന് വിളിക്കുക. അവിടെ വെച്ച് തന്നെ ഇവരോട് സംസാരിക്കാത്ത വാർഡ് മെമ്പർ, അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത വാർഡ് മെമ്പർ ആരായാലും അയാളെ ദീപക് തന്നെ ഒന്ന് വിളിക്കുക. വിളിച്ചതിന് ശേഷം അവരുമായി കണക്ട് ചെയ്യുക.